എല്ലാവർക്കും നമസ്കാരം. ചാമക്കാലയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വിഷയം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇന്നലെ നമ്മുടെ ഉണ്ണി മുകുന്ദൻ ഒരു പയ്യൻ ഫോട്ടോ എടുക്കാൻ വന്നപ്പോൾ അതിനെ കുറിച്ച് ഒരു 2 വാക്ക് പറയാൻ വേണ്ടിയിട്ടാണ് വന്നത്. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ എല്ലാവരും പറഞ്ഞ പോലെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. പിന്നെ എന്തെങ്കിലും നിങ്ങൾക്ക് പറയാനുണ്ടെങ്കിൽ അത് കമൻറ്റിൽ കൂടി അറിയിക്കുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇന്നലെ ഉണ്ണി മുകുന്ദൻ്റെ അടുത്ത് ഒരു പയ്യൻ ഫോട്ടോ എടുക്കാൻ വന്നു കഴിഞ്ഞപ്പോൾ, അത് 2 ദിവസം മുമ്പുള്ള വീഡിയോ ആണ്, ഞാൻ ഇന്നലെയാണ് അത് കണ്ടത്. അപ്പോൾ ഉണ്ണി മുകുന്ദൻ ആ പയ്യൻ്റെ നിന്ന് മൊബൈൽ മേടിച്ച് പോക്കറ്റിലിട്ട് ഭയങ്കര ദേഷ്യത്തോടെ പോകുന്ന ഒരു കാഴ്ച എല്ലാവരും കണ്ടതാണ്. അപ്പം ഉണ്ണി മുകുന്ദൻ്റെ അടുത്ത് പറയാനുള്ളത്, നിങ്ങൾ നല്ലൊരു നടനാണ്, നിങ്ങളെ എല്ലാവർക്കും ഇഷ്ടമാണ്. മാർക്കോ നല്ല വൻ വിജയം കാഴ്ചവെച്ചൊരു സിനിമയാണ്. പിന്നെ എനിക്ക് പറയാനുള്ളത്, നിങ്ങളുടെ അഭിനയം എന്തായാലും നല്ല അഭിനയമാണ്. പക്ഷേ ഒരു കാര്യം പറയാനുള്ളത്, നമ്മുടെ ആളുകളുടെ അടുത്ത് ഇങ്ങനെയുള്ളത് കാണിക്കുമ്പോൾ നിങ്ങളോടുള്ള ഇഷ്ടം എല്ലാവർക്കും കുറയും. അപ്പോൾ അതുകൊണ്ട് ഈ കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിച്ചാൽ നല്ലതാണ്. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങളുടെ മേലെ ഒരുപാട് സൂപ്പർ സ്റ്റാറുകളുണ്ട്, പിന്നെ നല്ല നല്ല സിനിമകൾ ചെയ്യുന്ന ആളുകളുണ്ട്. ദിലീപേട്ടനായാലും ലാലേട്ടനായാലും മമ്മൂക്കയായാലും അവരൊക്കെ നിങ്ങളെപ്പോലെ തന്നെ സിനിമ ചെയ്തിട്ട് ആളുകളുടെ കയ്യടി നേടിക്കൊണ്ടിരിക്കുന്ന ആളുകളാണ്. അപ്പോൾ നിങ്ങൾ ഇങ്ങനെ ബാഡായിട്ട് ഏതായാലും ഒരു പടം വിജയിച്ചിട്ട് നിൽക്കണം, പിന്നെ നിങ്ങളെ 2ാമത്തെ ഒരു പടം ഇപ്പോൾ ഇറങ്ങിയിട്ടുണ്ട്, ഇതൊക്കെ ആൾക്കാർ കാണണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ നല്ല രീതിയിൽ ബിഹേവ് ചെയ്താൽ മാത്രമേ ആളുകൾ കാണുള്ളൂ. നിങ്ങളൊരു അഹങ്കാരം കാണിച്ചു കഴിഞ്ഞാൽ പിന്നെ നിങ്ങളെ സിനിമ ആരും കാണാൻ വരുമെന്ന് തോന്നുന്നില്ല. പക്ഷെ നിങ്ങൾക്കൊരു ചിന്ത ഉണ്ടാവും, ഇങ്ങനെ ഞാൻ എന്ത് കാണിച്ചു കഴിഞ്ഞാൽ എൻ്റെ സിനിമ ആൾക്കാർ കാണുന്നുള്ളത്. അതൊക്കെ തെറ്റിദ്ധാരണയാണ്. നമ്മൾ പ്രേക്ഷകർ വിചാരിച്ചു കഴിഞ്ഞാൽ ഇതൊന്നും ഇല്ല. ഇതിനു മുൻപ് ഒരു വീഡിയോ കണ്ടിരുന്നു, ഞങ്ങളൊരു കുറച്ച് കുട്ടികളെ പിടിച്ച് നിർത്തി ഫോട്ടോ എടുക്കണം. അത് കണ്ടപ്പോൾ ഭയങ്കര സന്തോഷമായിരുന്നു. ഇവരൊക്കെ ഫോട്ടോ എടുക്കാൻ വരുന്നത് എന്തിനാണ്? നിങ്ങളോടുള്ള ആരാധന മൊത്തത്തില്ലേ, അപ്പോഴാണ് ഈ ഫോട്ടോ എടുക്കാൻ വരുന്നത്. അല്ലെങ്കിൽ പിന്നെ നിങ്ങളടുത്ത് ആരും ഫോട്ടോ എടുക്കാൻ വരും? സാധാരണക്കാരൻ ഒരാളെടുത്ത് ആരെങ്കിലും ഫോട്ടോ എടുക്കാൻ വരുമോ? അപ്പോൾ ആ പയ്യൻ വന്നത് ഒന്നുകിൽ അവനൊരു ഇൻസ്റ്റാഗ്രാമിലിടാനോ അല്ലെങ്കിൽ ഒരു യൂട്യൂബിലിടാനോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിരിക്കും ആ പയ്യൻ നിങ്ങളടുത്ത് ആ ഫോട്ടോ ചോദിച്ചു വന്നത്. പക്ഷെ നിങ്ങളത് അഹങ്കാരത്തോടു കൂടി നിങ്ങൾ ആ മൊബൈൽ മേടിച്ച് പോക്കറ്റിലിട്ട് പോയപ്പോൾ അവൻ്റെ മനസ്സിലുണ്ടായ വിഷമത്തെക്കുറിച്ച് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? ഇല്ല. നിങ്ങൾ നിങ്ങളുടെ ഭാഗം മാത്രം ചിന്തിച്ചിട്ടുള്ളൂ. ഇത് എത്രയോ യൂട്യൂബർമാർ കണ്ടിട്ട് അവരൊക്കെ നിങ്ങളെ ട്രോളും. അതിൽ നിങ്ങൾ പിന്നെ പണ്ട് മറ്റേ മാളികപ്പുറം ഇറങ്ങിയ സമയത്ത് ഇതിനായിട്ട് വഴക്കുണ്ടാക്കിയ പോലെ വഴക്കിടാൻ പോയിട്ട് കാര്യമില്ല. അങ്ങനെ ആകുമ്പോൾ വീണ്ടും ട്രോളുകൾ വരും. അപ്പോൾ നല്ല രീതിയിലൊക്കെ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ കുറേ നാൾ ഇൻഡസ്ട്രിയിൽ പിടിച്ചെടുക്കാൻ പറ്റും. അല്ലെങ്കിൽ ജനങ്ങൾ വിചാരിച്ചു കഴിഞ്ഞു, അതോടുകൂടി. നിങ്ങളൊക്കെ നല്ല ഇഷ്ടമുള്ള നടന്മാരാണ്, നിങ്ങളൊക്കെ നല്ല അഭിനയത്തിൽ നല്ല മികവ് തെളിയിച്ച ആൾക്കാരാണ്. ഇതൊക്കെ നമുക്ക് നന്നായിട്ടറിയാം. നിങ്ങളിഷ്ടമാണ്. ഞാനിതൊരു വിമർശനമായിട്ട് എടുക്കണ്ട. എൻ്റെ ഒരു അഭിപ്രായം പറയാനുള്ള സ്വാതന്ത്ര്യം എല്ലാവർക്കും ഉണ്ടല്ലോ. അത് കണ്ടപ്പോൾ ആ പയ്യൻ്റെ ഭാഗത്തു നിന്ന് ചിന്തിക്കുമ്പോൾ അതൊരു മോശം പരിപാടിയായിട്ട് തോന്നി. അത് ഈ പ്രായത്തിൻ്റെയാണ്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പ്രായത്തിൻ്റെ ഈ പ്രായത്തിൽ ഇങ്ങനെയൊക്കെ തോന്നും, നമുക്ക് പെട്ടെന്ന് ദേഷ്യം വരും. പക്ഷെ അതൊക്കെ ഒന്ന് കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് നല്ലതാണ് എപ്പോഴും. നിങ്ങളുടെ ഒരുപാട് വീഡിയോസ് നമ്മൾ കാണാറുണ്ട്, എല്ലാ സിനിമകളും കാണാറുണ്ട്, നല്ല ഇഷ്ടമാണ്. നിങ്ങളെ ഉണ്ണി മുകുന്ദൻ എന്ന് പറയുന്ന നടനെ അത്രയ്ക്ക് ഇഷ്ടമാണ്. ഇപ്പോഴും സൈനികത്തിനായിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ വരുമ്പോൾ നമ്മൾ ഉണ്ണിക്ക് സപ്പോർട്ട് ചെയ്തിട്ടാണ് നമ്മളൊക്കെ സംസാരിക്കുന്നത്. നമ്മളെ കൂട്ടുകാരന്മാർ എന്ത് പറയുമ്പോഴും ഉണ്ണിക്ക് സപ്പോർട്ടായിട്ടാണ് സംസാരിക്കുന്നത്. അതിന് ഞങ്ങളൊക്കെ എന്തോരം പഴി കേട്ടിട്ടുണ്ടെന്നറിയോ? സംഖ്യയാണ് നീ, അതുകൊണ്ടാണ് ഇങ്ങനെ പറയണതെന്ന് പറഞ്ഞിട്ട്. നമുക്ക് അങ്ങനെയൊന്നുമില്ല. ആര് നല്ലത് ചെയ്യുന്നു അവരുടെ കൂടെ നിൽക്കും. അപ്പം ഇങ്ങനെ അഹങ്കാരം കാണിക്കുമ്പോൾ അത് നമുക്കും കൂടി ഇഷ്ടപ്പെടാതെ വരണം.
അപ്പോൾ അത് ഇഷ്ടപ്പെടാതെ വരുന്നത് ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ നല്ല രീതിയിൽ ബിഹേവ് ചെയ്യുക ആരോടായാലും. അല്ലാതെ ഇങ്ങനെയൊക്കെ കാണിക്കുമ്പോൾ ഒരു ഫോട്ടോ എടുത്തെന്ന് വെച്ചിട്ട് ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. നിങ്ങളുടെ വീഡിയോ എടുത്താൽ നിങ്ങൾ തന്നെ പ്രൊമോഷൻ ആവുമല്ലേ. നിങ്ങളുടെ വീഡിയോ ഒരാളെടുക്കുമ്പോൾ അവരത് ഇട്ടും കണ്ടിട്ട് ഭയങ്കരമായിട്ട് നിങ്ങളെ തന്നെയാണ് പ്രൊമോട്ട് ചെയ്യണത്. അത് നിങ്ങൾ ചിന്തിക്കുക. അല്ലാതെ അവർ ഈ വീഡിയോ എടുത്ത് കണ്ടിട്ട് വീട്ടിൽ കൊണ്ടുവന്ന് പൂജിക്കാനൊന്നുമല്ലോ. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കുക. അത് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വീണ്ടും ആരാധകരുണ്ടാവും. അല്ലാന്നുണ്ടെങ്കിൽ ഇപ്പം അത് ഞാൻ ഇതിനകത്ത് കുറച്ച് ക്ലിപ്പിങ്സുകൾ വെക്കുന്നുണ്ട്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളത് കാണുമ്പോൾ മനസ്സിലാവും. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരൊക്കെ എത്ര ഭംഗിയായിട്ടാണ് ആൾക്കാരോട് ബിഹേവ് ചെയ്യണത്. ഇവൻ ഇപ്പം ജോജു ജോർജ് പുള്ളിയൊക്കെ ഇതിനിടയിൽ ഒരു റോട്ടിലെന്തോ ഒരു വിഷയം ഉണ്ടായിരുന്നില്ല അന്ന് പാർട്ടിക്കാരായിട്ട്. അന്നൊക്കെ ഭയങ്കരമായിട്ട് ആൾക്കാർ ശരിക്ക് സൈബർ ആക്രമണം ഏറ്റെടുത്ത ഒരാളാണ് ഈ ജോജു ജോർജ്. പക്ഷെ ജോജു ജോർജ് അതിലും ശക്തമായിട്ട് തന്നെ പണി എന്ന സിനിമയിലൂടെ തിരിച്ചു വന്നു. ഇപ്പം എല്ലാവർക്കും ജോജുവിനെ ഇഷ്ടമാണ്. ജോജുവിൻ്റെ അടുത്ത് ആർക്കും സംസാരിക്കുമ്പോഴും ജോജു അത് തമാശക്കൂടി നല്ല രീതിയിൽ ബിഹേവ് ചെയ്തു പോകും. അപ്പം അതുകൊണ്ട് ജോജുവിനെ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ്. എടാ പോടാ എന്നൊക്കെ വിളിക്കുള്ളൂ. പക്ഷെ അത് കേൾക്കാൻ ആ വിളിക്കുന്നവർക്ക് ഭയങ്കര ഇഷ്ടമാണ്. പക്ഷെ നിങ്ങൾ എടാ എന്ന് വിളിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ അത് കിട്ടും. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു ഇതുള്ളതുണ്ട്. അപ്പോൾ അതൊക്കെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഉണ്ണി മുകുന്ദൻ എന്ന് പറയുന്ന നടൻ വലിയൊരു നടൻ തന്നെയാണ്. അതിന് യാതൊരു തർക്കമില്ല. പക്ഷെ മറ്റുള്ള നടന്മാരെ എന്തൊക്കെ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അതുപോലെ അനുകരിക്കാൻ ഞാൻ പറയുന്നില്ല. നിങ്ങളുടെ അപ്പുണ്ടായ ടെൻഷനോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കാര്യത്തിൽ തെറ്റാൻ നേരത്തെ ആയിരിക്കാം നിങ്ങളങ്ങനെ ചെയ്തത്. അറിഞ്ഞുകൊണ്ട് ചെയ്താണെന്ന് ഞാൻ പറയണില്ല. പക്ഷെ എന്നാലും നിങ്ങൾക്ക് അഭിനയ നേതാക്കളല്ലേ. അപ്പോൾ അതിൻ്റേതായ ഒരു ഇത് നിങ്ങൾക്ക് ഉണ്ടാവുമല്ലോ. എങ്ങനെ ആൾക്കാരോട് ബിഹേവ് ചെയ്യണം എന്നുള്ളത് നിങ്ങൾക്ക് നന്നായിട്ട് അറിയാൻ പറ്റും. ഒന്നില്ലെങ്കിൽ നിങ്ങളുടെ അഭിനയം ആ നേരത്ത് പുറത്തെടുത്താലും മതി. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ പയ്യൻ്റെ അടുത്ത് ജസ്റ്റ് ഒന്ന് പോസ്റ്റ് ചെയ്യുക, അല്ലെങ്കിൽ അവനത് എടുത്തുകൊണ്ട് നടന്നു പോകണം. നിങ്ങളത് ബുദ്ധിമുട്ടിച്ചിട്ടൊന്നുമില്ല. നിങ്ങൾ സൈഡിൽ കൂടെ വന്ന് ആ വീഡിയോ എടുത്ത് അങ്ങനെ പോകുന്നു. അതിനിടയിലാണ് നിങ്ങൾ അവൻ്റെ അത് പേടിച്ച് പോക്കറ്റിലിട്ടിട്ട് തിരിച്ചു വിടാൻ വരെ നടന്ന് പിന്നൊരു നോട്ടം. ആ നോട്ടം കണ്ടറിയാം നിങ്ങൾക്ക് ദേഷ്യം വന്നിട്ടാണ് നോക്കിയത്. അപ്പം അതുകൊണ്ട് ഉണ്ണി മുകുന്ദനോട് പറയാനുള്ളത് ഇനിയെങ്കിലും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക. അല്ലാതെ നിങ്ങളെ കുറ്റപ്പെടുത്തല്ല. നിങ്ങൾക്ക് ആ നേരത്തെ എന്തെങ്കിലും ടെൻഷൻ ഉണ്ടായിരിക്കാം, അത് നിങ്ങളുടെ കാര്യം. പക്ഷേ നിങ്ങൾ ടെൻഷനായിട്ട് വരുന്നതാണെന്നുള്ളത് വരുന്നവർക്കറിയില്ലല്ലോ. അവർ പാവങ്ങൾ, അവരങ്ങനെ ഒരു വീഡിയോ എടുത്തതുകൊണ്ട് നിങ്ങൾക്കൊന്നും നഷ്ടപ്പെടാനില്ല. പിന്നെയെങ്കിലും ശ്രദ്ധിക്കുക. നിങ്ങൾ മറ്റുള്ള നടന്മാരെ കണ്ടുപിടിക്കുക. പിന്നെ നിങ്ങൾ ഈ ചെയ്ത പോലെ ചെയ്യുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ വേറൊന്നും എനിക്ക് പറയാനില്ല. നിങ്ങൾക്ക് എല്ലാവിധ ആശംസകളും. ഇനി പുതിയ സിനിമകൾ ഉണ്ടാവട്ടെ, ഉള്ള സിനിമകളൊക്കെ നല്ല വിജയത്തിലേക്ക് എത്തട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു.